അങ്ങനെ വെള്ളിയങ്കിരി യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇഷായോഗ ട്രാവൽ ചെയ്യാൻ പോവാണ്. സോ ഇഷായോഗ കഴിഞ്ഞ് വെള്ളിയങ്കിരി നേരെ പോകാനുള്ള പരിപാടിയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്നു, ഒരു വർഷത്തെ വ്രതമുണ്ട്. സോ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വെള്ളിയങ്കിരിയിലെ പല ദൃശ്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു. ഇത് വിശ്വരാജാണ്. ഇപ്പം ഞാൻ ഇഷായോഗ വെള്ളിയങ്കിരി പോണ വഴിയാണ്. അപ്പോൾ ഒരുപാട് ഒരു 50-60 കിലോമീറ്റർ ഞാൻ ഓൾറെഡി ക്രോസ് ചെയ്തു. ഇപ്പം ബാക്കിൽ കണ്ടോ ഒരു ഭീമാകരമായിട്ടുള്ള ഒരു മല ഉണ്ട്. സോ ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരു 40 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് ഇഷായോഗ എത്തുക. മേ ബി ഇഷായോഗ പോയിട്ട് വെള്ളിയങ്കിരിയിലേക്ക് പോകുന്ന പോലെയാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കീപ്പ് വാച്ചിങ്. എൻ്റെ കൂടെ ഉണ്ടാവണം. എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവണം ചാനലിന്. ഇത് ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ വർഷം ഇഷായോഗയിലേക്ക് പോയി അങ്ങനെ വെള്ളിയങ്കിരി മല കയറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അന്ന് ഞാൻ 1-2 മാസം മാത്രമേ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്കൊരു 11 മാസത്തോളം 11-11.5 മാസത്തോളം ഞാൻ ഫുൾ വ്രതം എടുത്തിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ യാത്ര. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ്, ഉള്ളിലൊരു വളരെ ഹാപ്പിനെസ്സാണ്. എന്താ പറയുക, ഭഗവാന്റെ ഒരു അനുഗ്രഹം ശരിക്കും ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം സഞ്ചാരത്തിൻ്റെ ഒരു പകുതി ആയിട്ടുള്ളെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ആനന്ദമാണ് ഇപ്പോൾ പോകുന്ന വഴിയിലൊക്കെ. അപ്പോൾ ഈ എടുത്ത വ്രതത്തിനൊക്കെ വളരെ വാല്യൂ ഉണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ള ഡിവോഷൻ സ്പിരിച്വൽ യാത്രകളിൽ നമ്മൾ വ്രതം എടുത്ത് പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മൾ പോകുന്നതിൻ്റെ അർത്ഥവും കൂടുതലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വീഡിയോയിലുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര കാത്തിരിപ്പ്, വലിയൊരു കാത്തിരിപ്പിന് ശേഷം ഒറ്റയ്ക്കുള്ള യാത്രയാണ്. ഒരാൾ ഞാൻ കൂട്ടുപിടിച്ചിട്ടില്ല. പലരെയും വിളിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ടാസ്കുമാണ്. ഇത് വ്രതമില്ലാണ്ട് ഒരു 7 മല കയറാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ബുദ്ധിമുട്ടുമില്ല, എന്നാൽ അധികം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും വെള്ളിയങ്കരിയോ അല്ലെങ്കിൽ ഇഷായോഗക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കീപ്പ് വാച്ചിങ്, കീപ്പ് ട്യൂണിങ്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഞാനിത് എടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, ഞാൻ വണ്ടി ഇവിടെ നിർത്തി, ഈ മലച്ചെരുവിൽ നിർത്തി. ഇപ്പോൾ ഭക്ഷണം അമ്മ ഫുഡൊക്കെ എനിക്ക് ഒരു പാഴ്സലൊക്കെ തന്നിരുന്നു. അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ച് ഇന്നത്തെ യാത്ര ഒരു പ്രഭാത ഭക്ഷണമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇഷയിലേക്കായിരിക്കും. അതിനുശേഷം അവിടുത്തെ പരിതസ്ഥിതിയൊക്കെ നോക്കിയിട്ടാണ് വെള്ളിയങ്കരിയിലേക്ക് കിടക്കുള്ളൂ. നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു. ഐ ഓൾമോസ്റ്റ് ട്രാവൽഡ് കുറേ ദൂരം. അതായത് ഞാൻ നേരത്തെ ഉള്ള സ്ഥലത്തു നിന്ന് ഒരു വീണ്ടും 10-30 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ കോയമ്പത്തൂരിൻ്റെ ഒരു ഭാഗമാണ്. വെച്ചിട്ട് നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ് ആള്. പിന്നെ ഞങ്ങള് രാത്രി സമയത്ത് ഇഷായോഗ കയറി റൂം എടുത്ത് പീസ്ഫുള്ളായിട്ട് അങ്ങനെ അവിടെ തന്നെ ഒരു റൂമിൽ നല്ല പെർഫെക്റ്റ് റൂം ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ രാവിലെ നേരത്തെ എൻ്റെ വെള്ളിയങ്കരിക്ക്, ഇതാണ് വെള്ളിയങ്കിരി സ്റ്റാർട്ടിങ് ആണ്. പിന്നെ അങ്ങനെ യാത്ര തുടങ്ങി. നിറച്ച് മലയാണ്, വളരെ ബുദ്ധിമുട്ട്, കഠിനമായിരുന്നു യാത്ര. കല്ലിട്ട വഴികളും കല്ലും മണ്ണും, പിന്നെ ഇടയിൽ ഈ വാനരന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. 7 മലയാണ്, ഭയങ്കര ടഫ്. നമുക്ക് ഈ തൈസ് കാലിന്റെ അടിഭാഗമൊക്കെ ഭയങ്കര വേദന. നമ്മളൊരു കടയിലേക്ക് പോകാൻ പോലും നടന്നു പോകാത്ത ആളുകളാണ്. അപ്പൊ
പറയും. 7 മല കയറുക എന്ന് പറയുമ്പോൾ ഭയങ്കര അതികഠിനാണ്. അപ്പം നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒരു കോല് തന്നിട്ടുണ്ട് താഴെ. അതൊക്കെ വെച്ചിട്ടാണ് ഈ യാത്ര, കേരളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും കൊടും കാട് തന്നെ. നമുക്ക് ഒറ്റയടിക്കൊന്നും കയറാൻ പറ്റില്ല. ഇടയിൽ ഇങ്ങനെ കടകളിലൊക്കെ ഭക്ഷണം മേടിക്കും. എന്നിട്ട് ആ ഭക്ഷണം കുറച്ചേശെ കഴിച്ച്, ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ കിട്ടുന്ന കൂര്, മാങ്ങ, അതൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടത്, പൈനാപ്പിള്, ചെറിയ ചെറിയ ഫ്രൂട്ട്സുകള്, കപ്പലണ്ടി, അങ്ങനെ പല പല സാധനങ്ങൾ. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ഇതിന്റെ ഇങ്ങനെ വ്യൂ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, പിന്നെ കുറെ അതാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത്. കുറെ പേരുണ്ട് താനും. ഞാൻ ഒറ്റയ്ക്കായാൽ കൂടിയും എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു യാത്ര. എന്നാലും മാങ്ങയൊക്കെ കടിച്ച് സെറ്റായി, കുറച്ച് കപ്പലിൻ്റെയൊക്കെ വയലിട്ട് വിഷന് ഇങ്ങനെ നോക്കിയിരിക്കാൻ. എൻ്റെ സാറേ, അങ്ങനെയായിരുന്നു യാത്ര. ഒന്നും പറയാനില്ല കേട്ടോ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ചില്ല് ക്ലൈമറ്റാണ്. ചില്ലെന്ന് പറഞ്ഞാൽ ചില്ല്. ഒരുപാട് ആളുകളും മെയിനായിട്ട് ഈ ശാരീരികമായിട്ട് അസുഖങ്ങൾ, ചെറിയ ചെറിയ അസുഖം, ബ്രീതിങ് പ്രോബ്ലം, ഹൃദയത്തിന്റെ തകരാറൊക്കെ ഉള്ള ആളുകളെ അലോ ചെയ്യുന്നില്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, 3 മാസമായിട്ടുള്ളവര്, ലേഡീസിനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. പിന്നെ അത്രയും ഡിവോഷൻ സൈഡിലുള്ള ആളുകൾ വ്രതമൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അവർക്ക് കയറി ഇറങ്ങാൻ പറ്റും. ഏകദേശം 1 വർഷത്തോളം വ്രതം എടുത്തിട്ടാണ് വെള്ളിയങ്കിരി കയറാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 2 മാസം വ്രതത്തിലാവുമ്പോൾ തന്നെ ഞാൻ വരാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്നെ കൈവിട്ടില്ല. It's a great time for me, actually. It's a huge time. Really love this time. I'm really proud of myself. I don't know, like 5 mountains ഒക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരാൻ പറ്റും. Especially this, nowadays I'm into IT and I do fitness, yeah, but walking ഒന്നുമില്ല. ഇടയ്ക്കൊക്കെ പോയി ഒന്ന് ജിമ്മ് ചെയ്തു, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ലൈസ്തനിക്കൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. വാക്കിങ് കാര്യങ്ങളും. സോ സ്റ്റാമിന ദാറ്റ് സൈഡ് ഇസ് bit difficult. So it's climbing up 5 mountains to 7 mountains. It's a bit hard. Also, I'm not used to it, so it's great actually. So I welcome you all people to come here, George, and people who consider to come over here who have a devotee to Shiva. That is very indeed. ഭഗവാനോട് അധികം പ്രിയമില്ലെങ്കിൽ അതിരിക്കുന്നതായിരിക്കും നല്ല. ആ വ്രതത്തിലും സ്നേഹത്തിൽ ആ ഒരു സ്പിരിറ്റിലാണ് നമ്മൾ കയറുന്നത്. ചിലവർക്ക് അത് എന്താ വാട്ട് ഇസ് ദ പോയിന്റ് എന്നൊക്കെ തോന്നും. Nowadays people are realizing that, right? Indeed, experience the different devotional and spiritual and this kind of diamond places. Yeah, really worth it. Thank you so much. യാത്ര ഇങ്ങനെ ഒറ്റയ്ക്കായി ദൈവമേ ഞാൻ എങ്ങനെ അടുത്ത 2 മല കയറുന്ന ആലോചിക്കും. അയാൾ അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വെള്ളിയങ്കിരി വരണമെന്ന്. ഇപ്പോൾ 1 വർഷത്തിന് ശേഷം ഞാൻ ഏകദേശം 11 മാസത്തെ വ്രതമാണ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് അത് സംഭവിച്ചത്. അപ്പോൾ നമുക്കിവിടെ ട്രിച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള ശിവഭക്തന്മാർ കുറച്ച് പേരുണ്ട്. 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് പറയാൻ, അവർ തമിഴ് தான் பேசுவோம். அவங்களுக்கு இந்த இடத்தை பற்றி சிவனோட நிறைய விஷயங்கள் தெரியுது. இங்கே ஒரு ஹைலைட் என்னன்னா,
இந்த இடமே அந்த வழியே வந்து டிஃப்ரெண்டா இருக்கும். எப்படிதான் இது வந்து உருவாக்குனது அப்படியெல்லாம் யோசிக்கும். இப்போ வந்து நாங்க 6 மலை ஏறி வந்து லாஸ்ட் மலை ஏறதுக்கு போயிட்டு இருக்கோம். ஸோ உங்களுக்கு வந்து இதை பத்தி நார்மலா இந்த வெள்ளியங்கிரி வேற பக்தர்கள், இந்த சிவா லவ்விங் பீப்புள், அவங்களுக்கு வந்து ஏதாவது ஒரு விஷயம் அவங்களை வந்து பிடிக்கிற மாதிரி ஒரு கேட்கும் போதே இன்பமா இருக்கும்ல, அந்த மாதிரி ஒரு விஷயம் நீங்க சொல்றது அப்படிதான் இருக்கு. அந்த மாதிரி ஒரு விஷயம் சொன்னா நல்லா இருக்கும். அதாவது வெள்ளியங்கிரிங்கிறது வந்து வனம். அதாவது இது காஷ்மீர்ல இருக்கிறது வந்து இது வட கைலாயம். அதுல வந்து யாரும் அவ்வளவு சீக்கிரம் ஏற முடியாது. ஏறனா ஒரு 100 மீட்டர் தூரம் ஏறும்போது கைகால் நகைலாம் வந்துட்டு வளர ஆரம்பிச்சு அது இறந்துடும். திருப்பி இங்கே மலையில ஏறினவங்க யாருமே ரிட்டர்ன் வந்தது கிடையாது. அதுக்கு பதிலாக நம்ம இது வந்து தென் கைலாயம் சிவன் இருக்கிறது. அதனால இந்த இடம் வந்து கம்மியா இருக்கு. நம்ம நினைச்சது இந்த இடம் எவரெஸ்ட்டை விட 2000 மீட்டர்ஸ் 5800 சில்லற. இது எவரெஸ்ட் வந்து 8000 சில்லற. ஆமா, அப்படிங்கும்போது அது 2000 டிஃபரன்ஸ் மட்டும்தான் இருக்கு. ஸோ அவ்வளவு பெரிய ஒரு கைலாயம் இங்க வந்தாலே வந்து நிறைய பேருக்கு வந்து என்ன சொல்றது, ஒரு புது வாழ்க்கை அமையற மாதிரி தான் இருக்கும். ஸோ இந்த 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 இடம் வந்து மிஸ் பண்ணவே முடியாது. இது வந்து நம்ம ஒரு ஃபாரஸ்ட் நம்ம வந்து பார்க்கறதே வந்து எப்படி வந்து உள்ள போக முடியுமா, அனிமல்ஸ் இருக்கும் அப்படியெல்லாம் யோசிக்கும்ல. இது வந்து 7 மலை ஃபுல்லா ஃபாரஸ்ட் தான். ஸோ இதுதான் அதோட ஒரு பெரிய விஷயம். ஸோ இங்க இருக்கிற ஆளுங்க ரொம்ப லவ்வபிளா இருக்கிறாங்க. இந்த இடம், அந்த சின்ன சின்ன சாப்பாடு எல்லாமே வந்து நல்லா பண்றாங்க. ஆக்சுவலா இப்போ வந்து 1 கோடியிலிருந்து 2 கோடி வந்து எல்லா வருஷத்துக்கும் பக்தர்கள் வந்து போயிட்டு இருக்காங்க. ரொம்ப ஃபேமஸ் ஆயிடுச்சு. நிறைய பேர் இங்க வந்தவங்க எல்லாம் நிறைய வீடியோஸ் போட்டு இப்போ இந்த இடம் வந்து ரொம்ப ஃபேமஸ் ஆயிடுச்சு. நான் வந்து இது வீடியோஸ்க்காக பண்ணல, எனக்கு ரொம்ப பிடிச்சது இந்த பிளேஸு. ஸோ ஒன்ஸ் வந்து தான் ஆகணும் அப்படின்னு யோசிச்சு வந்தேன். ஸோ ரொம்ப மகிழ்ச்சி உங்களை பார்த்ததுக்கு. ஸோ நாங்கள் வந்து லாஸ்ட் மலை ஏற போகுது. ஸோ தேங்க்யூ ஸோ மச். நம சிவாய். ஓம் நம சிவாய். என்ன ப்ரோ? ഓം നമ. നേരെ അവരുടെ കൂടെ യാത്ര ചെയ്തു. അങ്ങനെ കുളിക്കാനുള്ള സ്ഥലത്ത് എത്തി, കുളിച്ചു. അങ്ങനെ ഭസ്മകുറികളൊക്കെ അണിഞ്ഞു. അവിടെ ശിവന്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചില്ലുന്ന നല്ല തണുപ്പുള്ള വെള്ളമുണ്ട്. ഇവരൊക്കെ നമ്മളെ കൂട്ട് വരുന്ന കുളിച്ച് ഭസ്മകുറി അണിഞ്ഞു. അതിൽ ആ ഒരു ശിവന്റെ ഒക്കെ ഒരു ശീർഷാസനമൊക്കെ അടിച്ച് ഇപ്പൊ അവസാനത്തെ മലയാണ്. അപ്പൊ അവിടെ ഒരു ശീർഷാസനമൊക്കെ ഭഗവാന് വെച്ചിട്ടാണ് പിന്നെ അടുത്ത യാത്രയിലേക്ക് തന്നെ പോകുന്നത്. ഇതൊക്കെ അങ്ങനെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഈ മൊബൈലിലൊക്കെ എടുത്തു. അധികം വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളൊക്കെ ഒരു മെമ്മറി ആയിക്കോട്ടെ. താല്പര്യം നമ്മുടെ ചാനലിൽ കാണും സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നിട്ടാണ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാം എന്ന് പ്രതീക്ഷിച്ചത്. കുറെ പേര് നടന്നു പോകുന്നുണ്ട്. കൂടുതലും തമിഴരാണ്. ഈ പയ്യൻ കൂടെ ഒന്നാണ്. ഭഗവാന്റെ ശൂലങ്ങളും കാര്യങ്ങളും ആ വിഷനും മൊത്തത്തിലെ ഒരു വല്ലാത്തൊരു ഫീലാണ്. കാരണം അത്രയും ഉച്ചസ്ഥായിരിക്കുകയാണല്ലോ നമ്മൾ പോണത്, അത്രയും ഉയരത്തിലേക്ക്. ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ കാലിന്റെ അടിഭാഗം നടന്ന് ഒരു വഴിയാവും. കാലൊക്കെ ഭയങ്കര തളർന്ന പോലെയൊക്കെ ആവും. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് കയറി തന്നെ നിവർത്തിയുള്ളൂ. നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാനും പറ്റില്ല, മുകളിൽ കയറാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. എന്തെങ്കിലും മെഡിക്കൽ ഹെൽപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മളുള്ള ചാൻസ് പറ്റിയ മരണത്തിന് ശേഷമാണ് ആളുകൾ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പക്ഷെ ആ ചാലഞ്ചിൽ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇടയിൽ ഇവര് ആകസ്മികമായി കണ്ടുമുട്ടി, അവരായിട്ട് കമ്പനിയായി. അവര് തന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. വല്ലാത്തൊരു ഈ ഒരു യാത്ര എന്ന് പറയും.
അതികഠിനമായിരുന്നു. അത് വെയിലും വളരെ നന്നായിട്ടുണ്ട്. രാത്രി 12 കയറുന്ന ഏകദേശം ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ 2-3 തവണ മണിനാഥൊക്കെ അടിച്ച് ഭഗവാനിലേക്ക് ഇങ്ങനെ കയറണം. ഭീമാകാരമായ പാറകളുടെ ഇടയിലാണ് ഭഗവാനിലേക്ക് പോകുന്നത്. നിറയെ ശൂലങ്ങള് വെച്ചിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ ഈ വെയിലൊക്കെ കെട്ടുന്ന പോലെയാണ് ശൂലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 500-1000 ശൂലങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട്. മണിനാഥൊക്കെ അടിച്ച് നമ്മൾ ആ തെൻ കൈലാസം എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് വെച്ചടി കയറി. തെൻ കൈലാസമാണ് എവറസ്റ്റ്. അത് വടക്ക് കൈലാസം എന്ന് പറഞ്ഞ ശിവന്റെ ഇതിലേക്ക് നമുക്ക് കയറാൻ കഴിയില്ല. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തെൻ കൈലാസമാണ്. ഇവിടെ മാത്രമാണ് കയറാൻ കഴിയുള്ളൂ. കാരണം അവിടെ അത്രയും ഡേഞ്ചറസ് ആണ്. അവിടെ കയറിയവര് നമ്മ ക്ലൈമറ്റില് ശരിക്കും തിരിച്ചു വന്നിട്ടില്ല എന്ന വടക്ക് കൈലാസം. അത് നോർത്ത് സൈഡാണ്. അതിന് ശേഷം തെൻ കൈലാസം എന്ന് പറയുമ്പോൾ ഇവിടെ തമിഴ്നാടാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ 2000 അടി കുറവ് എന്നുള്ള ലെവലില് ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ഇത്. വരാൻ കഴിഞ്ഞതും ഇവിടുത്തെ ഒരു ഫീല്, ആശ്വാസം, തണുപ്പ്, ആ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. അവിടുത്തെ കാഴ്ചകള് അത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ മൊബൈലിൽ എടുക്കുന്നതുകൊണ്ട് അതിന്റെ ലിമിറ്റേഷനിലെ വിഷ്വൽസ് നമുക്ക് അത്രേ കിട്ടുള്ളൂ. പക്ഷെ അത് പേഴ്സണലി ഞാൻ അത് സ്ട്രൈറ്റ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്കത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട്. ഏകദേശം അവിടെ മെയിൻ സന്നിധി നമുക്ക് അയ്യപ്പന്റെ അവിടെ നമ്മള് അയ്യപ്പനെ കാണാൻ അതിന്റെ മലയുടെ മുകളിൽ കാണാൻ പോവില്ല 18-ാം പടി കഴിഞ്ഞ അന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ താഴേക്ക്. ഇത് അവിടെ നിൽക്കുന്ന ആളുകള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഏകദേശം ഇവിടെയുള്ള ആളുകൾ 10 ദിവസം കൂടുമ്പോൾ ഇവിടേക്ക് വരും. 10 ദിവസം കൂടുമ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഇവിടെയുള്ള ഒക്കെ. ഇതാണ് ഭഗവാന്റെ സന്നിധി. ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥനയൊക്കെ ഫൈനലായിട്ട് പറഞ്ഞ് അരുളൊക്കെ മേടിച്ച് അവര് നമുക്ക് ഭസ്മക്കുറി കഴിഞ്ഞ് അങ്ങനെ ഇവിടെ എത്തിയ ഭഗവാനായി എന്നാണ് അതിൻ്റെ ഒരു പ്രതീതി. ഇവിടെ വന്ന് ആ ഭസ്മക്കുറി അടിഞ്ഞു കഴിഞ്ഞ് ശിവനിലേക്ക് അർപ്പിച്ച് ശിവൻ അറിയുന്ന കോൺസെപ്റ്റിലേക്കാണ് നമ്മുടെ വിശ്വാസം. 2 പ്രതിഷ്ഠകളാണ് സ്വയംഭൂവായിട്ട്. ഇദ്ദേഹമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും നെറ്റിയില് മണിയിച്ച്. പ്രദേശം വളരെ വലുതാണ്. ആ കാണുന്ന ടാർപ്പായ വിരിച്ചതൊക്കെ കടകളാണ്. നമ്മളിങ്ങനെ സമയെടുത്ത് കയറിപ്പോയ സ്ഥലം. വളരെ സന്തോഷം. അങ്ങനെ മലയുടെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഒരു എക്സ്പീരിയൻസ് ആണ് വെള്ളിയങ്കിരി എന്ന് പറയുന്നത്. ശിവഭക്തന്മാർക്ക് പ്രത്യേകിച്ചും ശരിയാക്കാണ്. ശിവനെ ദർശിക്കാൻ പോறோம். ശിവനെ ദർശിക്കാൻ പോறோம். ജാലിയാ പോறோம். എന്തോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങി. ഇറക്കം വളരെ ചാലഞ്ചിങ് ആണ്. ഏഴുമല ഇറങ്ങി പോണം. ഏഴുമല ഇറങ്ങണമെങ്കിൽ ഒരു 7 മണിക്കൂർ